നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ ഒട്ടുമിക്ക പേരും അദ്ദേഹത്തെ സിനിമയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക ചില സിനിമകളിൽ, കിലുക്കം ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഒരു ക്യാമിയോ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ്. പിന്നെ സിനിമ ആസ്വാദകരായ ഓരോരുത്തരും തപ്പിപ്പിടിച്ച് മനസ്സിലാക്കി അദ്ദേഹം ആരാണെന്ന്. പിന്നെ ലാൽ സാറിലേക്ക് എത്താനുള്ള വഴിയായി അദ്ദേഹം, പിന്നെ ലാൽ സാറിലേക്ക് കഥ കേൾക്കാനുള്ള വഴി, അങ്ങനെ ശരിക്കും കണക്ഷൻസ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഓരോ ലാൽ സാർ ആരാധകനും അദ്ദേഹത്തോടുണ്ട്. ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എത്ര തിരക്കഥാകൃത്തുകൾ, റൈറ്റേഴ്സ് എല്ലാവരും അദ്ദേഹത്തെ കാണാനെത്തുന്ന ഒരു കാലം. അതിനുശേഷം 25 വർഷങ്ങൾക്ക് മുമ്പ് 2000 നരസിംഹം എന്ന ബ്രഹ്മാണ്ഡ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. ഇപ്പോൾ 34ഓളം സിനിമകൾ ചെയ്ത് മലയാള സിനിമയിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ മാറ്റുരയ്ക്കുന്ന ബ്രാൻഡായി, പ്രൊഡക്ഷൻ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ആ ബ്രാൻഡിന്റെ പേര് ആശീർവാദ് സിനിമാസ്. ആ ബ്രാൻഡ് ഓണറുടെ പേര് ആന്റണി പെരുമ്പാവൂർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, റൗണ്ട് ഓഫ് അപ്ലോസ്. ഗംഭീര കൈയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ആശീർവാദ് സിനിമാസിൻ്റെ 25ാമത്തെ വർഷമാണ്. 25 വർഷം തികയുന്ന ദിവസമാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ജനുവരി 26-ാം തീയതി ചേച്ചി പറഞ്ഞതുപോലെ ഒരു അത്ഭുതം നടന്നു. മോഹൻലാൽ സാറും ആശീർവാദും നമ്മളെ കുടുംബം ഒന്നായിട്ട്. ആ അത്ഭുതത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ 25ാം വർഷം ആഘോഷിക്കുമ്പോൾ എമ്പുരാൻ എന്ന ചിത്രവുമായിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ ഒരു ലോഞ്ച് സംഘടിപ്പിക്കാനും അതിലെല്ലാം സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് അതിനാണ് കാണുന്നത്. ശരിക്കും സിനിമ, നമ്മൾ നരസിംഹം എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ മനസ്സിൽ ഈ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരു ആരാധകനുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ആരാധകന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല, പക്ഷെ പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് സിനിമ നിർമ്മിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഷാജിയേട്ടനൊക്കെ ആയിട്ട് ഈ നരസിംഹത്തിൻ്റെ പല ഡിസ്കഷൻ, രഞ്ജിത്തേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ലാൽ സാറിനെ വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷാജിയേട്ടനെ കുറിച്ച്. നമ്മളെ കൊതിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കൊതിച്ച് നരസിംഹത്തിനകത്ത് വരികയും പല കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്താണ് എനിക്ക് തോന്നുന്നു. അറിഞ്ഞോ അറിയാതെയോ ഷാജിയേട്ടനൊക്കെ അത് നമ്മുടെ ഒരു വർത്തമാനങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു നരസിംഹം ഉണ്ടായി, ഒരു അത്ഭുതം സംഭവിച്ച് ഇന്നും ആ അത്ഭുതം നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? മോഹൻലാൽ സാറുമായി യാത്ര ചെയ്യുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തു എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്ക് ഏത് തലത്തിലോട്ട് പോകാൻ പറ്റുമെന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കുകയും അങ്ങനെയുള്ള സിനിമകളിലൂടെ യാത്രയും ഒക്കെ ചെയ്തു പോകുമ്പോഴാണ് നരനുണ്ടായി, അങ്ങനെ കുറേ സിനിമകൾ ജോർജ് സാറുമായിട്ട് ചേർന്നുണ്ടായി. പക്ഷേ ലൂസിഫറിലോട്ട് വന്നപ്പോൾ നമുക്ക് തോന്നി, എനിക്ക് രാജുവുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ, ഞാനത് സത്യം പറയുകയാണ് കേട്ടോ, കാരണം ഈ സദസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. രാജുവുമായിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചിലവൊക്കെ കൂടുന്ന ആളാണ്, പറയുന്ന കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ശരിക്കും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സിനിമ എടുക്കാൻ വേണ്ടി, എനിക്ക് വേറെ ഒന്നും വേണ്ട, എപ്പോഴും ഒന്നും വേണ്ട, സിനിമയ്ക്ക് മാത്രം മതി, സ്വന്തമായിട്ടൊന്നും വേണ്ട. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ചു നിന്ന് കൊടുക്കണം, എപ്പോഴും സന്തോഷത്തോടെ നിന്ന്. അപ്പം ഞാൻ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് രാജുവിൻ്റെ അടുത്ത് ഒരു അണ്ണൻ മുമ്പ് പൊക്കോ, ഞാൻ പുറകെ നിന്നോളാം. പക്ഷെ ആ പുറകെ നിൽപ്പ് ലൂസിഫർ എടുക്കുന്ന സമയത്ത് നമ്മൾക്കിടെ കയ്യിൽ നിന്ന് പോയി വേറൊരു തലത്തിൽ പോയി. പക്ഷെ ദൈവം ഒരുപാട് ഭാഗ്യം തന്നു. ആ ഭാഗ്യം തന്നതിന് ശേഷം എന്താ പറയുക, അപ്പം ഞാൻ ഇടയ്ക്ക് മുരളിച്ചേൻ്റെ അടുത്ത് ചോദിക്കും, ഈ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടക്കും, എന്തോ എഴുതി വച്ചിരിക്കുന്നത്, ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ രാജുവിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇടയ്ക്ക് പറയും, എന്നെ നോക്കിക്കോളണം കേട്ടോ എന്ന്. അങ്ങനെ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ സുപ്രിയയെക്കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. ആന്റണി, 2 വർഷമായിട്ട് എനിക്ക് രാജുവിനെ കാണാൻ കിട്ടുന്നില്ല, എല്ലാ സമയത്തും നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ എന്ന് പറയും. അപ്പം ഞാൻ പറയും, ഇത് ഞങ്ങൾ ഒന്നിച്ച് എവിടെയോ എത്തും, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചങ്ങ് പോരെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത്
വേറൊരു സ്വപ്നം കണ്ട് മലയാള സിനിമ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമയുടെ, എൻ്റെ ലാംഗ്വേജൊക്കെ ശരിയാണെന്ന് അറിയില്ല, ഒരു നെറുകയിൽ എത്താൻ പാകത്തിനുള്ള ഒരു സിനിമ നിർമ്മിക്കണം എന്ന ആഗ്രഹമുണ്ട്. ആഗ്രഹമാണ് എമ്പുരാൻ. അത് സംഭവിക്കും. രാജു അത് നിങ്ങൾക്ക് കഴിയും. ഈ സിനിമ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും അതിൽ മോഹൻലാൽ സാറ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ എല്ലാ ശ്വാസവും വെച്ച് ഞാൻ രാജുവിൻ്റെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു സ്വപ്നം കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ രാജുവിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറയുന്നത് ഇത് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ സിനിമയുടെ ഒരു എന്ത് ചെലവായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം കള്ളം പറയുന്നതാണെന്ന് പറയും. അത് കാരണം ഞാൻ ആരോടും പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അത്രയും വലിയൊരു സിനിമയുടെ യാത്രയ്ക്ക് ഏറ്റവും സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ സംസാരം എൻ്റെ അടുത്തേക്ക് ആദ്യം രാജു തന്നെയാണ് ഏൽപ്പിച്ചത്. അണ്ണാ ഇങ്ങനൊരു ഡിസ്കഷനുണ്ട്, നമുക്കൊന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് അത് ഒരു ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. ആ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അത് സുഭാസ്കർ സാർ എത്തിയിട്ടില്ല. സാറിനോട് എൻ്റെ അതിയായ സ്നേഹം അറിയിക്കുന്നു. തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ സ്നേഹം അറിയിക്കുന്നു. തമിഴ് കുമരൻ സാർ എല്ലാവരോടും, നിങ്ങൾ വന്ന എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ സ്റ്റാഫിനോടും എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത് എമ്പുരാൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാജു അതിയായ സ്നേഹത്തോടെ പറയുന്നു, ഇത് ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ ഉണ്ടാകുന്നൊരു സിനിമയായിരിക്കും. സത്യമായിട്ടും സംഭവിക്കും. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് ഭാഗ്യം തരട്ടെ. ലാൽ സാർ എന്താ പറയാന്നറിയില്ല. കാര്യം ലാൽ സാറിനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പെട്ടെന്ന് കുഴപ്പമായി പോകും. അത് കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ നിന്ന് 25 വർഷം തികഞ്ഞ് ഈ 25ാം വർഷത്തിൽ ഞാനിവിടെ നിൽക്കുന്നത് എന്നെ നിർത്തിയതാണ് അത് മോഹൻലാൽ സാറാണ്. നന്ദി സാർ. എമ്പുരാനും എല്ലാവർക്കും എൻ്റെ സ്നേഹം പറയുന്നു. ചേച്ചി സന്തോഷം. ശാന്തിക്കോടും ഒരു താങ്ക് യു പറയാനുണ്ട്. കാരണം കഴിഞ്ഞ 25 വർഷത്തെ യാത്രയിൽ ഒരു നെഗറ്റീവൊന്നും പറയാൻ സമ്മതിക്കില്ല. കാരണം പറയാൻ പാടില്ല എന്നാ പറയാം. എല്ലാം പോസിറ്റീവേ സംസാരിക്കാറുള്ളൂ. പോസിറ്റീവ് മാത്രം ഇഷ്ടപ്പെടുന്ന ശാന്തിയോട് വലിയ സന്തോഷം. ശാന്തി എൻ്റെ ഭാര്യയാണ്. അതുപോലെ ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരുമായിട്ടും എനിക്ക് 25 വർഷത്തിൽ കൂടുതൽ ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം ഓർക്കുന്നു. വന്നതിന് സന്തോഷം. എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു. നന്ദി. താങ്ക് യു സോ മച്ച് ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഹൃദയത്തിൽ നിന്ന് തട്ടിയ വാക്കുകളാണ്. ഒരു ഗംഭീര കൈയടി ഫോർ ദ പ്രൊഡ്യൂസർ, ദ വൺ മാൻ ബിഹൈൻഡ് ആശീർവാദ് സിനിമാസ്. അടുത്തതായിട്ട് എമ്പുരാനിലെ പ്രിയപ്പെട്ട ബ്രദർ സിസ്റ്റർ ഡുവെ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ Priyadarshini Ramdas, the lady superstar Akka Manju Warrior, joining with Jithin Ramdas, the one and only Tovino Thomas. Oru gambira kayari, come on, you can do better, ladies and gentlemen. Tovino Thomas and Manju Warrior. എനിക്ക് തോന്നുന്നു ലൂസിഫറിൽ നിന്നിട്ട് എമ്പുരാനിലേക്ക് വന്നപ്പോൾ ഇവർക്ക് പ്രായം വീണ്ടും ഭയങ്കരമായിട്ട് കുറഞ്ഞു തോന്നുന്നു അല്ലേ? മഞ്ജു പറയും, സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. 2 സന്തോഷങ്ങളാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിന്റെ എത്ര സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യമായിട്ട് കണക്ക് അറിയില്ല, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എന്തായാലും വലിയ സന്തോഷം. 25 വർഷം പൂർത്തിയാക്കുകയാണ്. ആന്റണി ചേട്ടനോടൊപ്പം നിൽക്കുന്ന വലിയ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നും അതിൽ എനിക്കും ഭാഗമാവാൻ സാധിക്കട്ടെ എന്നും ആന്റണി ചേട്ടൻ്റെ ഒരു അർപ്പണബോധവും ഒരു ദീർഘവീക്ഷണവും ഒക്കെ എന്നെ എപ്പോഴും വല്ലാതെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആന്റണി ചേട്ടൻ്റെ ആ ഒരു ഡെഡിക്കേഷനോടൊപ്പം തന്നെ ലാലേട്ടൻ എന്ന വലിയ വൃക്ഷത്തിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ ആശീർവാദ് ഫിലിംസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പിന്നെ എമ്പുരാൻ, ലൂസിഫർ എന്ന എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്കും സിനിമ കണ്ടവർക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി. അപ്പോൾ പ്രിയദർശിനിയുടെ യാത്ര എമ്പുരാനിലൂടെ തുടരുകയാണ്. ലൂസിഫർ എന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനോടൊപ്പം, അതേപോലെ മുരളി ഗോപി എന്ന ബ്രില്യൻ്റ് എഴുത്തുകാരനോടൊപ്പം,
ആന്റണി ചേട്ടനോടൊപ്പം, പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം, ടൊവിയോടൊപ്പം, എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് അഭിനേതാക്കളോടൊപ്പം എനിക്ക് വലിയ സന്തോഷത്തോടെ ചെയ്യാൻ സാധിച്ചൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ലൂസിഫറിൻ്റെ യാത്ര എമ്പുരാനിലും വളരെ സന്തോഷത്തോടെ തുടരാൻ സാധിക്കട്ടെ. ഈ ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സത്യമാവട്ടെ. താങ്ക് യു. ടോവി. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം കഥ എൻ്റെ അടുത്ത്, എൻ്റെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നീ ഭയങ്കര കയ്യടി മേടിക്കുമെന്ന്. പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ പടത്തിലും അതിനുശേഷം ഒരുപാട് വേദികളിലും ഞാൻ നിരന്തരമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ള മറ്റ് സിനിമകളിലുള്ള ഈ സിനിമയിലെ ആ മുണ്ടെടുക്കാനും അറിയാം എന്ന് തുടങ്ങുന്ന ആ ഒരു ഡയലോഗാണ് എൻ്റെ അടുത്ത് എല്ലാ സിനിമയുടെ പ്രൊമോഷന് പോകുമ്പോഴാണെങ്കിലും ഉദ്ഘാടനത്തിന് പോയാലും എല്ലാത്തിനും സ്റ്റേജിൽ പ്രേക്ഷകരെ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അതാണ്. അത്രയും വിസിബിലിറ്റി, അത്രയും റീച്ച് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു സിനിമയാണ്. അതിൽ ഞാൻ ഒരു 10 ദിവസം 15 ദിവസമാണ് അഭിനയിച്ചത്. പക്ഷേ അത് ആ സിനിമയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതേ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സിനിമയെയും ഞാൻ നോക്കിക്കാണുന്നത്. അന്ന് എന്നാൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആ സിനിമ എനിക്ക് അത്രയും വലിയ പ്രഷറോ അത്രയും അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തതല്ല. കാര്യം ഞാൻ ചെല്ലുമ്പോഴേ പറഞ്ഞിരുന്നു, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, ബാക്കിയൊക്കെ നിങ്ങളുടെ റിസ്ക് ആണ്, നിങ്ങൾ എടുത്തോളൂ ആ റിസ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജുവേട്ടൻ്റെ അടുത്തും മുരളിച്ചേട്ടൻ്റെ അടുത്തും പറഞ്ഞിരുന്നു. അത് എനിക്കിങ്ങനെ ഉള്ളൊരു കരിയറിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സിലൊന്നായിട്ട് അത് വന്നു. ആ ക്യാരക്ടറിൻ്റെ മറ്റൊരു ഇനി 2ാം ഭാഗത്തിൽ വരുന്ന സമയത്ത് അത് വീണ്ടും ആ ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും എല്ലാവരെയും പോലെ സിനിമ തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒപ്പം ആ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയ ആളുകളാണെങ്കിലും അതല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയ മറ്റ് ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. എപ്പോൾ എമ്പുരാൻ്റെ സെറ്റിൽ പോകുന്ന സമയത്താണെങ്കിലും ആ ഒരു സ്നേഹവും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം എനിക്ക് ഈ എമ്പുരാനിൽ എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ കിട്ടി, മറ്റേതിൽ കിട്ടാത്തത് ഇല്ലാതിരുന്നത് കിട്ടിയിട്ടുണ്ട്. അതും ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ലാലേട്ട. പിന്നെ ആശീർവാദ് സിനിമാസിൻ്റെ 25 വർഷം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നരസിംഹ തിയേറ്ററിൽ പോയി കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 25 വർഷങ്ങൾക്ക് ഇപ്പുറം ഇത്രയും സിനിമകൾ, വലിയ ഹിറ്റുകൾ, ഗംഭീരമായിട്ടുള്ള സിനിമകൾ എല്ലാം മലയാള സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാൻ സാധിച്ച ആശീർവാദ് പ്രൊഡക്ഷൻസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അതിൻ്റെ നെടുന്തൂണായിട്ടുള്ള ആന്റണി ചേട്ടൻ തുടങ്ങിയ സമയം മുതലുള്ള കഥകൾ ഞാനിങ്ങനെ ആന്റണി ചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഭയങ്കര അഡ്മിറേഷൻ തോന്നിയിട്ടുള്ളതാണ് പുള്ളി എങ്ങനെയാണ് ഓരോ സിനിമയ്ക്കും പുള്ളി അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എന്ന് അറിയുന്നത്. ഈ 2 സിനിമകളുടെ ഞാൻ കണ്ടിട്ടുമുള്ളതാണ്. അപ്പോൾ ആന്റണി ചേട്ടനും ആശീർവാദുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ആശംസകൾ, എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. ഒപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ മഞ്ജു, ടോവി, പിന്നെ ലൂസിഫറിന്റെ സമയത്ത് കണ്ടിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ ഒരു 4 years കഴിഞ്ഞു. അതിനിടയ്ക്ക് പുള്ളി തന്നെ ടെറൈനൊക്കെ മാറ്റി ശരിക്കും സിനിമകൾ ചെയ്തു. സറാർ ഉൾപ്പെടെ വലിയ വലിയ സിനിമകളുടെ സെറ്റിലേക്ക് പോയി വീണ്ടും സിനിമ വന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ എമ്പുരാൻ കംപ്ലീറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഡയറക്ടോറിയൽ ഹാറ്റ് ചെയ്ത ആ പൃഥ്വിരാജ് സുകുമാരൻ 4 yearsലെ ആ ട്രാൻസ്ഫോർമേഷനിൽ ആ ഡയറക്ടറെ നിങ്ങൾ സെറ്റിൽ കുറെ കൂടെ കൂളായോ, കുറെ കൂടെ ലൈറ്റായോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? പുള്ളി ഫസ്റ്റ് പടത്തില് ഭയങ്കര കൂളുമായിരുന്നു, ഭയങ്കര എഫിഷ്യന്റും ആയിരുന്നു. ഞങ്ങൾക്ക് ജോലി ആക്ച്വലി വളരെ സുഖമായിരുന്നു. അതായത് രാജു പറയുന്നത് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അതെ, അത്രയും ക്ലാരിറ്റിയും ഞാൻ എപ്പോഴും പറയാറുണ്ട്. രാജുവിന്റെ ഒരു ക്ലാരിറ്റിയും കൺവിക്ഷനും ഒക്കെ, കാരണം എന്ത് വേണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് രാജുവിന് കൂടുതൽ വ്യക്തമായിട്ടുള്ള ധാരണയുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ നല്ല സുഖമാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ ഒരു ഫേവറേറ്റ് ഡയറക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 പേരിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും രാജുവിന്റെ പേര് അതിൽ തീർച്ചയായിട്ടും എനിക്കുണ്ടാവും. എപ്പോഴെങ്കിലും പൃഥ്വിരാജ് എമ്പുരാനിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ അത് കാണാൻ പറ്റിയ ആക്ടേഴ്സ് ഭാഗ്യം ഉണ്ടായില്ല. പറയരുതെന്ന് അവിടെ എൻ്റെ അടുത്ത് എനിക്ക് അവിടുന്ന് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ രാജുവിന്റെ അടുത്ത് ബാക്കി എല്ലാവർക്കും ജോർജിയ, അമേരിക്ക, ഈ പോവാത്ത രാജ്യങ്ങളൊന്നുമില്ല. എനിക്ക് മാത്രം കേരളത്തിൽ മാത്രം ഷൂട്ടിംഗ് ഉണ്ടായിട്ടുള്ള ഒരേ ഒരു ആക്ടർ ഒരു പക്ഷെ ഞാനായിരിക്കും. എവിടെയാണെന്നുള്ളതല്ലോ എന്താണെന്നുള്ളതല്ലേ കാര്യം. കണ്ടു.
ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതില് ഇപ്പൊ ലൂസിഫർ എന്നതിനെക്കാട്ടിലും തീർച്ചയായിട്ടും വലിപ്പം കൂടിയിട്ടേ ഉള്ളൂ എമ്പുരാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ സുഭാസ്കരൻ സാറിന്റെ ഒരു പ്രസൻസും കൂടി ഇതിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇത് കൂടുതൽ മനോഹരമായിട്ടുള്ള, കൂടുതൽ വലിയ നല്ലൊരു രാജു പറയുന്ന പോലെ ഒരു ചെറിയ സിനിമയാവട്ടെ എന്ന്. അതെ, അത് ഏകദേശം നമുക്ക് അത് തീരുമാനമാക്കിയിട്ടുണ്ട് ഇന്ന്. പ്രിയദർശിനി രാംദാസും കുറച്ച് വലുതായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഈ സിനിമയിൽ. ഓക്കെ, ബാക്കി സ്ക്രീൻ. താങ്ക് യു സോ മച്ച് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. റൗണ്ട് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ മഞ്ജു വാര്യർ ആൻഡ് ടോവിനോ തോമസ്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലൂസിഫർ മുതൽ അല്ലെങ്കിൽ ലൂസിഫറിലെ തിരക്കഥ മുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു തിരക്കഥയുടെ ഒരു ഭാഷയാണ്, അതിൻ്റെ ഒരു റൈറ്റിംഗ് ആണ്. ആ റൈറ്റർ എത്ര പോളിഷ്ഡ് ആയിട്ടാണ് ഒരു സ്റ്റൈലിഷ് ആയിട്ടൊരു സിനിമ നമ്മളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തത്. നമുക്ക് ഒരിക്കൽ കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ മുരളി ഗോപി, മുരളിച്ചേട്ടനെ വേദിയിലേക്ക്. ആ എമ്പുരാന്റെ ഒരു ജേർണി, അതോടൊപ്പം തന്നെ എല്ലാവരുടെ മനസ്സിൽ പല പല ക്വസ്റ്റ്യൻസ് സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൂസിഫർ, എമ്പുരാൻ, ട്രയോളജി, അതിനൊക്കെ ശരിക്കും കുറേ ആൻസേഴ്സ് സോഷ്യൽ മീഡിയാസിലൊക്കെ ഞാൻ മുരളിച്ചേട്ടൻ തന്നെ ഈയിടയ്ക്ക് പറയുന്ന കുറച്ച് ബൈറ്റ്സും ഒക്കെ കണ്ടു. പക്ഷേ എങ്കിലും മുരളിച്ചേട്ടിൽ നിന്ന് എമ്പുരാന്റെ ആ ഒരു ജേർണി. ഞാൻ ഏറ്റവും കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണിത്. ഇത് ആസ് യു സെഡ്, ഇത് ട്രയോളജിയാണ്. പക്ഷേ ഇതൊരു സ്റ്റാൻഡ് അലോൺ എക്സ്പീരിയൻസ്, ഒരു സിനിമാറ്റിക് വ്യൂയിങ് എക്സ്പീരിയൻസ് കൂടെ തരും എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു 3 പാർട്ട് ഫ്രാഞ്ചൈസാണ്. അതിൻ്റെ മിഡ് പീസാണിത്. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ മിഡ് പീസ് ഓഫ് ദ സാൻഡ്വിച്ച്. സോ ഇതൊരു സീക്വലോ പ്രീക്വലോ എന്ന് പറയുന്നതിനേക്കാൾ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് the dramatic and cinematic experience will be that of a standalone film. That much I have to say. Hope it is going to be a good experience. Anything else you would like to add, Muruchit, at this point of time? Absolutely nothing. And again, like all the people across the globe, because we have the print and visual media influencers from across the globe coming over here, watching Empuran. They're looking forward to Empuran. So it's like, I mean, Murali Gobi, particular character in this particular way. Do you have any surprises, anything which you can share this particular moment? Absolutely not. Anything? How can I? ഏത് രീതിയിലൊക്കെ ഡെയിലി കൊടുത്തിട്ട് രക്ഷയില്ലല്ലോ. താങ്ക് യു സോ മച്ച്. എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ശ്രീ മുരളി ഗോപി. Thank you. Thank you.